നീറ്റ് 2026 എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. ഞാൻ ജിഷ, നീറ്റ് കൺസൾട്ടന്റ് ഫ്രം ലൈവ്. 2026 നീറ്റ് രജിസ്ട്രേഷൻ പോർട്ടൽ ഫെബ്രുവരി 8 മുതൽ ഓപ്പൺ ആയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. മാർച്ച് 8 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായി മാർച്ച് 10, 11, 12 തീയതികളിൽ അവസരമുണ്ട്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലോട്ടാണത്. ഇനി പലർക്കും അപേക്ഷ സമയത്ത് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഡോക്യുമെന്റ്, അത് ഏത് ഡോക്യുമെന്റ് ആയിക്കൊള്ളട്ടെ, സർട്ടിഫിക്കറ്റോ ഫോട്ടോയോ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ സൈസ് തെറ്റായി അപ്ലോഡ് ചെയ്യുക എന്നത്. ദെൻ ലൈവ് ഫോട്ടോ റിജക്റ്റ് ആവുക, OTP പ്രശ്നങ്ങൾ, തെറ്റായ കാറ്റഗറി സെലക്ഷൻ തുടങ്ങിയവ. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ഇത്തരം സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്ലിക്കേഷൻ പ്രോസസ് കൃത്യമായി ചെയ്യുക എന്നതാണ്. ഇതിനായി നമ്മൾ ആദ്യമായി കരുതേണ്ട സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 200 KB സൈസിൽ താഴെ, 2 കൈയിലെയും 10 വിരലുകളുടെയും സ്കാൻഡ് ഇമേജ്. ഇതിനായിട്ട് ഇങ്ക് പാഡിൽ നമ്മൾ 2 കൈയും വെച്ച് അത് പേപ്പറിലേക്ക് അതിന്റെ ഇങ്ക് മാർക്ക് റെക്കോർഡ് ചെയ്ത് സ്കാനറിലിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ 10th സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. പോസ്റ്റ് കാർഡ് സൈസ് ഒരു ഫോട്ടോ, ആധാർ, പാസ്പോർട്ട്, പാൻ, ഇതിലേതെങ്കിലും ഒന്ന്. ദെൻ 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ഐഡിയും. +2 മാർക്ക് ലിസ്റ്റ്, അതിന്റെ എക്സാം ഡീറ്റെയിൽസ്. ദെൻ ലൈവ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു മൊബൈൽ. ഓക്കെ, ഇത്രയും കരുതിയിട്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്തതായി രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. അതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള neet.nta.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പ് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന സെക്ഷനിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ദെൻ കുട്ടിയുടെ പേര്, അച്ഛൻ്റെ പേര്, ദെൻ അമ്മയുടെ പേര്, ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം നമ്മൾ എൻറ്റർ ചെയ്യണം. ഇതെല്ലാം SSLC സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം കേട്ടോ. ദെൻ പ്രസന്റ് അഡ്രസ് ആൻഡ് പെർമനന്റ് അഡ്രസ്സ് നൽകണം. ഇത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതനുസരിച്ചാണ് നമുക്ക് എക്സാം സെന്റർ അലോക്കേഷൻ നടക്കുന്നത്. ദെൻ ഇമെയിൽ ID, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, ഇത് രണ്ടും നമ്മൾ എൻറ്റർ ചെയ്യണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് OTP വരും. ദെൻ വെരിഫൈ ചെയ്യുക. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുള്ളൂ. അപ്പം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായി നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. നാഷണാലിറ്റി, ദെൻ +2 ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്. നാഷണാലിറ്റിയിൽ NRI ആണോ എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ +2 ക്വാളിഫിക്കേഷൻസ്, പാസ്ഡ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. ദെൻ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ SC, ST, OBC തുടങ്ങിയ കാറ്റഗറീസ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഡയബറ്റീസ് ആണെങ്കിൽ ആ വിവരം നമ്മൾ എൻറ്റർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫാമിലിയുടെ ആനുവൽ ഇൻകം, പ്ലേസ് ഓഫ് റെസിഡൻസ്, മൈനോറിറ്റി സ്റ്റാറ്റസ്, ഇവയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു സെഷനിലാണ്. ദെൻ റിലീജിയസ് ഡ്രസ്സാണ് നമുക്ക് ധരിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്നത് റിലീജിയസ് ഡ്രസ് ധരിക്കേണ്ടതുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ട് ആധാർ ആൻഡ് എക്സാം പ്രിഫറൻസസ് ആണ്. ഫസ്റ്റ് ആധാർ വെരിഫിക്കേഷൻ എന്താണ്? ആധാറുമായിട്ട് നമ്മൾ ആദ്യം ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഈ മൊബൈൽ നമ്പർ തന്നെ ഇവിടെ എൻറ്റർ ചെയ്യണം. അപ്പം നമുക്കൊരു OTP വരും, ആ നമ്പറിലേക്ക് OTP വരും. അങ്ങനെയാണ് നമ്മൾ ആധാർ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ആണോ, മലയാളത്തിലാണോ, ഹിന്ദിയിലാണോ എക്സാം എഴുതുന്നതെന്നുള്ളത്. നമ്മൾ +2 ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കുന്നത് കാരണം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ 3 എക്സാം സിറ്റീസ് നമുക്ക് 3 എണ്ണം ചൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതലായിട്ടും അലോട്ടായിട്ട് വരിക. ഇവിടെയാണ് നമ്മുടെ സെക്കൻഡറി മൊബൈൽ നമ്പറും സെക്കൻഡറി ഇമെയിൽ IDയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ 2ാമത്തെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ വീണ്ടും OTP വരും, ആ നമ്പർ വെരിഫൈ ചെയ്യണം. ദെൻ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് വരുന്നത്, ലൈവ് ഫോട്ടോ എടുക്കുക. ഇവിടെ മുഖം വ്യക്തമായിട്ട് കാണണം, കണ്ണുകൾ തുറന്നിരിക്കണം, കറക്റ്റായിട്ട് ലൈറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. അപ്പം ഈ ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ വരുന്ന ഫോട്ടോ. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ് സമീപത്ത് ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തിരുന്നിട്ട് ഒരു ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് ഫീ പേയ്മെന്റ് ആണ്. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏത് UPI പേയ്മെന്റ്, ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജനറൽ കാറ്റഗറിക്ക് 1700 രൂപയും, SC STക്ക് 1000 രൂപയും, ദെൻ OBC കാറ്റഗറി, ദെൻ EWS കാറ്റഗറിക്ക് ആണെങ്കിൽ 1600 രൂപയുമാണ് ഫീസ് വരുന്നത്.
ഓക്കെ, ഇതിനുശേഷം നമുക്ക് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം ശരിയാണോ എന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു പ്രിവ്യൂ മെസ്സേജ് വരും. നമുക്കത് പ്രിവ്യൂ ചെയ്ത് ശരിയാണെങ്കിൽ മാത്രം എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ പേജ് വരും. ഈ കൺഫർമേഷൻ പേജ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. ആ പ്രിന്റിന് നമ്മൾ എവിടേക്കും അയക്കേണ്ടതില്ല. ആ പ്രിന്റ് നമ്മുടെ കൈകളിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ നീറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നീറ്റുമായി ബന്ധപ്പെട്ട എക്സാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ എവറി ആസ്പിറൻസ്. താങ്ക് യു.